അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനാസ് ലിറ്റിൽ വേൾഡ്. ഡൗൺ സിൻഡ്രോം കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഡൗൺ സിൻഡ്രോം കുട്ടികളിൽ ശരീരത്തിലെ പല ഭാഗത്തും ആരോഗ്യ പ്രശ്നങ്ങൾ സാധാരണമാണ്. ഇവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവുള്ളതുകൊണ്ട് ഇവർക്ക് രോഗങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണ്. ഈ വീഡിയോയിലൂടെ അവരുടെ പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഡൗൺ സിൻഡ്രോം കുട്ടികളിൽ കൂടുതലായും കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ: ഹൃദയരോഗങ്ങൾ, അപസ്മാരം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഡിലേ, ഇമ്മ്യൂണിറ്റി, ഗ്രോത്ത് ഡിലേ, ഡെൻ്റൽ ഇഷ്യൂസ്. ഡൗൺ സിൻഡ്രോം കുട്ടികളിൽ ജന്മസഹജമായ ഹൃദയ പ്രശ്നങ്ങൾ സാധാരണമാണ്. ഏകദേശം 40% മുതൽ 50% വരെ കുട്ടികൾക്കും ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആർട്ടിയോ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് AVSD, ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു വലിയ ഹോൾ. ബ്ലഡ് ശരിയായ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് VSD, ഹൃദയത്തിലെ താഴത്തെ പോർഷൻ തമ്മിലുള്ള ഹോൾ. ബ്ലഡ് മിക്സിംഗ് സർജറി വേണ്ടി വന്നേക്കാം. അടുത്തതായിട്ട് ആട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, പാറ്റൻ ഡക്ടസ് ആൻഡ്രിയോസിസ്, ജനനശേഷം അടയേണ്ട ഒരു രക്തക്കുഴൽ തുറന്ന നിലയിൽ തന്നെ തുടരുന്നു. ഡൗൺ സിൻഡ്രോം ഉള്ള പല കുട്ടികൾക്കും AVSD ആണ് ഏറ്റവും കൂടുതലായിട്ടും കണ്ടുവരുന്ന ഹൃദയരോഗം. ഈ കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സയും മാതാപിതാക്കളുടെ സ്നേഹപരമായ സഹായവും അവരുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒരു വലിയ ശക്തിയാണ്. നമ്മൾ മാതാപിതാക്കൾ അവരുടെ കൂടെ നിന്നാൽ മതി, അത്ഭുതങ്ങൾ അവർ സൃഷ്ടിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൗൺ സിൻഡ്രോം കുട്ടികളിലെ തൈറോയ്ഡ് പ്രശ്നങ്ങളാണ്. അത് 2 വിധമാണ്: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൻ്റെ വളർച്ചയും ഉത്സാഹവും ഹോർമോണുകളുടെ നിയന്ത്രണവും നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഡൗൺ സിൻഡ്രോം കുട്ടികളിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സാധാരണമാണ്. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? തൈറോയ്ഡ് ഗ്രന്ഥികളിലെ ഹോർമോൺ കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. വളരെ കുറച്ച് ഡൗൺ സിൻഡ്രോം കുട്ടികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. തലച്ചോറിൻ്റെ കാര്യക്ഷമത കുറയുന്നു, ശരീരത്തിൽ ചൂട് കൂടുന്നു, ശരീരഭാരം കുറയുന്നു. ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. അടുത്തത് ഹൈപ്പോ തൈറോയിഡിസം. തൈറോയ്ഡ് ഗ്രന്ഥികൾ ആവശ്യത്തിനുള്ള ഹോർമോണുകൾ നിർമ്മിക്കുന്നില്ല. ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥയാണിത്. ഡൗൺ സിൻഡ്രോം കുട്ടികളിൽ 30% പേർക്കും ഈ ഒരു അവസ്ഥയാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ: വളർച്ച വൈകുന്നു, ഭാരം കുറയുന്നു, ക്ഷീണം അനുഭവപ്പെടുന്നു, വായിൽ നിന്നും വെള്ളം വരുന്നു. ഇതൊരു സാധാരണ പ്രശ്നമാണ്. സമയത്തിന് തന്നെ ചികിത്സ തുടങ്ങിയാൽ ആരോഗ്യകരമായ ജീവിതം ഇവർക്കും നയിക്കാനാവും. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിറ്റ്സ്, എപ്പിലെപ്സി അഥവാ അപസ്മാരം. ഒരു ന്യൂറോളജിക്കൽ രോഗമാണ്. നാഡിയിലെ വൈദ്യുത പ്രവർത്തനം അസാധാരണമാകുന്നത് അപസ്മാരത്തിന് കാരണമാകുന്നു. ഡൗൺ സിൻഡ്രോം കുട്ടികൾക്ക് ഫിറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവരെ കരുതലോടെ കൈകാര്യം ചെയ്യുക. ശ്രദ്ധയോടെയുള്ള പരിചരണവും ഡോക്ടറുടെ മാർഗനിർദ്ദേശവും അനുസരിച്ച് മരുന്നുകൾ ക്രമമായി ഉപയോഗിക്കുക. ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഡിലേ. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് പൊതുവെ സംസാരിക്കാനുള്ള കഴിവ് കുറവായിരിക്കും, മറ്റു ചിലർക്ക് കേൾക്കാനും. ചിലപ്പോഴൊക്കെ നമ്മളെ സ്നേഹത്തോടെ നോക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറയാൻ കഴിയുന്ന വാക്കുകൾ പറഞ്ഞ് പ്രകടിപ്പിക്കാൻ സാധിക്കാറില്ല. കേൾവി പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഈ ലോകത്തോടുള്ള എല്ലാ ശബ്ദങ്ങളും കേൾക്കാനും സാധിക്കാറില്ല. ചിലർക്ക് ശബ്ദങ്ങളോടുള്ള പ്രതികരണം കുറവായിരിക്കും, എന്നാൽ ചിലർക്ക് വാക്കുകൾ വരാൻ കാലതാമസം ഉണ്ടാകും. ഈ ചെറുപ്രായത്തിലെ അവരുടെ ഇമോഷൻസ് നമ്മളോട് പറയാൻ അവർക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്ഷമയും കരുതലും കാണിക്കണം. ചെറുപ്പത്തിൽ തന്നെ ഹിയറിംഗ് ടെസ്റ്റ് നടത്തുക, സ്പീച്ച് തെറാപ്പി ആരംഭിക്കുക. കുഞ്ഞിനൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക, പാട്ടുകൾ പാടുക, കഥ പറയുക, സ്നേഹത്തോടെ സംസാരിക്കുക. ഒരു ചെറിയ ശബ്ദം, ചെറിയ വാക്ക് അവർ പറഞ്ഞാൽ അതും വലിയ വിജയം തന്നെയാണ്. അടുത്തത് ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി. ഡൗൺ സിൻഡ്രോം കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് പ്രതിരോധശേഷി കുറവായിരിക്കും. ആയതിനാൽ ചെറിയ വയസ്സിൽ തന്നെ ആരോഗ്യ പരിചരണം കൂടുതൽ ശ്രദ്ധിക്കണം. സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് പനി, തൊണ്ടവേദന,
ശ്വാസകോശ രോഗങ്ങൾ എന്നിവ എളുപ്പം വരാൻ സാധ്യത കൂടുതലാണ്. വാക്സിനേഷനുകളെല്ലാം പൂർണ്ണമായും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശുദ്ധമായ ഭക്ഷണവും ജീവിതശൈലിയും പ്രധാനമാണ്. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറുടെ പരിശോധന അനിവാര്യമാണ്. ഇനി നമുക്ക് ദന്തൽ ഇഷ്യൂസ് നോക്കാം. ഡൗൺ സിൻഡ്രോം കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് പല്ലുകളുടെ ആരോഗ്യം ദുർബലമായിരിക്കും. പല്ലുകൾക്ക് കേടുപാടുകളും ആകൃതിയിൽ വ്യത്യാസമുണ്ടാവാനും സാധ്യത കൂടുതലാണ്. സാധാരണക്കാരേക്കാൾ അധികം ദന്തപ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇവരിൽ പല്ലുകൾ വളരാൻ വൈകുകയും പല്ലുകളുടെ രൂപം വ്യത്യസ്തപ്പെടാനും സാധ്യതയുണ്ട്. ആയതിനാൽ പല്ല് വളർച്ച തുടങ്ങുമ്പോൾ തന്നെ നല്ല ശുചിത്വം പാലിക്കുകയും സ്ഥിരമായ ദന്ത കൺസൾട്ടേഷൻ എടുക്കുകയും ചെയ്യുക. ഭക്ഷണശേഷം പല്ല് തേക്കാനും മധുരം കുറയ്ക്കാനും ഇവരെ ശീലിപ്പിക്കുക. അസാധാരണമായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.